ഞാൻ തിരുവനന്തപുരത്ത് വന്നു താമസിച്ചു. അപ്പോൾ തിരുവനന്തപുരത്ത് എന്നെ അന്വേഷിച്ച് വരാൻ ആൾക്കാരുണ്ട്. എൻ്റെ ഒരു തുടക്കകാലത്ത് ഉണ്ടായ അവക്കമായ ഒരു മനസ്സിൻ്റെ ഇതുകൊണ്ടായിരിക്കാം, എന്തോ ആവട്ടെ. പക്ഷേ ഇവിടെ വന്നപ്പോൾ എന്നെ ആരും വിളിക്കുന്നില്ല. ഞാൻ വിളിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങനെ പലരെയും വിട്ട് അന്വേഷിപ്പിക്കുന്നുണ്ട്. ഇവൾ തിരുവനന്തപുരത്തുണ്ടോ എന്നൊക്കെ ഓരോരുത്തരോട് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സുകുമാര സാറിൻ്റെ രംഗപ്രവേശം. ഇപ്പോൾ ആ സമയത്തൊക്കെ അവൾ ഡബ് ചെയ്യാൻ വരും. അപ്പോൾ പുള്ളി ഇങ്ങനെ പറയാറുണ്ട്, സുഖേട്ടൻ്റെ ഡയലോഗ് അറിയാമല്ലോ. അല്ല, എനിക്കൊരു കാര്യം അറിയണം, നിങ്ങളിതുവരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് പോയില്ലേ? ഞാൻ പറഞ്ഞു, അല്ല, അത് പോകാനുള്ളൊരു സാഹചര്യത്തിലല്ല ഞാനിന്ന് ജീവിക്കുന്നത്. അവരുടെ മനസ്സിൽ ഒരു മറക്കാനാവാത്ത ഒരു തെറ്റ് ഞാൻ ചെയ്തു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷേ പക്ഷേ എൻ്റെ അറിവില്ലായ്മയോ വിവരമില്ലായ്മയോ, ചെറുപ്രായത്തിൽ 10-20 വയസ്സേ ഉള്ളൂ. അപ്പോൾ അന്ന് തോന്നിയ ഒരിതാണോ, ഞാനന്ന് ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് ഫൈനൽ ഇയർ കെമിസ്ട്രി എടുത്ത് ഇവിടെ വിമൻസ് കോളേജിൽ പഠിക്കുകയാണ്. അപ്പോൾ എനിക്കങ്ങനെ പെട്ടെന്ന് അങ്ങനെ അച്ഛനെയും അമ്മയും കാണാനായിട്ടൊരു 2-3 വർഷം കഴിഞ്ഞു. ഒരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് സുഖേട്ടനെ പറഞ്ഞത്, അത് ശരിയല്ല, നിങ്ങൾ പോയി കാണണം അച്ഛനെയും അമ്മയും. സുകുമാരൻ ചേട്ടൻ തന്നെയാണ് തീരുമാനിക്കുന്നത് ഇത്രാം തീയതി ഞാൻ അച്ഛനെയും അമ്മയും കാണാൻ വീട്ടിൽ പോകുന്നു. KRT 699 ഒരു പച്ച അംബാസഡർ, അദ്ദേഹം ആദ്യം വാങ്ങിച്ച കാറാണ്. ആ വണ്ടിയിൽ ആദ്യം കയറിയത് ഞാനാണ് കേട്ടോ. ഞാൻ ഒരു ദിവസം പോന്നു. 4.5 വർഷം 5 വർഷം ആവാറായി. അപ്പം തുടങ്ങിയത് ഒരു 2 ആഴ്ചയ്ക്ക് അച്ഛൻ്റെ അടുത്ത് പോകുമെന്നുള്ളൊരു ധാരണയിലാണ് വീട് വിട്ട് ഇറങ്ങുമ്പോഴും ഒക്കെ എനിക്ക്. പക്ഷെ അതെല്ലാം അങ്ങ് തെറ്റി. എനിക്ക് അവിടെ ചെല്ലുന്നു, അച്ഛനെ അമ്മയൊക്കെ കാണുന്നു. പിന്നെ അങ്ങോട്ട് എനിക്ക് ഒരു പിടിയില്ല എന്താ സംഭവിച്ചതെന്നുള്ളത്. ഞാനവിടെ നിൽക്കുന്നു, തമ്പിച്ചേട്ടൻ വരുന്നു, ശ്രീകുമാര തമ്പി സാറ് വരുന്നു, കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാൻ കാണുന്നത് നെല്ലിയാമ്പതിയിലെങ്ങാണ്ട് കണ്ണുകൾ എന്ന് പറഞ്ഞ പടം ഷൂട്ട് ചെയ്തിടത്തുനിന്ന് സുകുമാരൻ വരുന്നുണ്ട്. ഞാനും സുഖവും കൂടെ വൈകിട്ട് അങ്ങോട്ട് വരാം എന്ന് തമ്പിച്ചേട്ടൻ പറയുന്നു. അപ്പോൾ വന്നു കഴിഞ്ഞ് സുകുമാരൻ സാറിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റൈൽ, ഒരു തേർഡ് പാർട്ടി ഒന്നും എനിക്ക് ഇവിടെ നേരിട്ട് ചോദിച്ചോളാം എന്നുള്ള മട്ടിൽ അവിടെ വന്നിരിക്കുന്നു. അച്ഛാ, ഞാനാണ് സുകുമാരൻ, എടപ്പാളാണ് വീട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും കാണുന്നു. ഇവർ ഇങ്ങനെയൊന്നും വെറുതെ മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയല്ല, ഒരുപാട് പൊട്ടൻഷ്യലുള്ളൊരു ലേഡിയാണ്. ഞാനവരെ കല്യാണം കഴിച്ചാൽ എൻ്റെ ജീവിതം കൂടെ തന്നാവും. ഞാൻ അത്ര ഒരു നല്ലവരൊന്നും അല്ല, അത്യാവശ്യം ഇതൊക്കെ പറഞ്ഞ് എൻ്റെ അച്ഛനോട് സകല ചരിത്രവും പറയും. പക്ഷേ അതിനിടയ്ക്ക് തന്നെ ഈ പറഞ്ഞതിൽ എൻ്റെ സഹോദരനും ഒക്കെ ആയിട്ട് അച്ഛൻ ഫോണിൽ കൂടെ ചോദിക്കുകയും, അന്ന് ചേട്ടന് ഇവിടെ നാന കൃഷ്ണസ്വാമി റെഡ്ഡിയാരും ഒക്കെ ആയിട്ടൊരു ഫാമിലി ഡോക്ടർ എന്നുള്ള രീതിയിലൊക്കെ പരിചയമുണ്ട്. അപ്പോൾ അവരെല്ലാവരും സുഖനെക്കുറിച്ച് വളരെ നല്ലതേ പറഞ്ഞിട്ടുള്ളൂ. ഒരു കള്ളത്തരം കാണിക്കാനോ പറയാനോ അറിയാൻ വയ്യാത്തൊരു വ്യക്തിയാണ്. അവരെ 2 അടിക്കുമെന്നൊക്കെ പറഞ്ഞ് നേരെ, അതിപ്പോൾ ആരാ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും സുഖേട്ടൻ്റെ സൈഡാണ്. അപ്പോൾ അങ്ങനെ വരുന്നു. അദ്ദേഹം വന്ന് പറഞ്ഞത് അച്ഛന് വലിയ സന്തോഷമായിപ്പോയി. വേറെ ഒരാൾ പറയാതെ നേരിട്ട്. അപ്പോൾ എൻ്റെ അമ്മ വരില്ല, അമ്മയ്ക്ക് ഒരു ചെറിയ ഉടക്ക് കാണുമല്ലോ, അച്ഛനറിയാമല്ലോ, എൻ്റെ അച്ഛൻ വരും പറഞ്ഞിച്ച് പോയി. പിന്നീട് അച്ഛനും സഹോദരങ്ങളും വന്നു. വിധേന അന്ന് എന്നെ കണ്ടതിന് ശേഷം ഒരു 9 മാസം കഴിഞ്ഞപ്പം ഞങ്ങളുടെ കല്യാണം കഴിയുക.